വെൽക്കം ടു അന്നാസ് യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു പാസ്തയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. മക്രോണി എന്നൊക്കെ പറയും. നമ്മൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ആവശ്യത്തിന് വെള്ളമെടുത്ത് നന്നായിട്ട് ഈ മക്രോണി ഒന്ന് വേവിച്ചെടുക്കണം. പാസ്ത ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആവശ്യത്തിന് വെള്ളം ഇട്ട് കൊടുത്തു. അതിലേക്ക് നമ്മൾ ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്യുന്നത്. വെള്ളം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരുന്ന പാസ്ത എന്തേരം ക്വാണ്ടിറ്റി ആണോ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിപ്പം കുറച്ച് ഇങ്ങനെ പുക വന്നുകൊണ്ട് നമുക്കിത് ക്ലിയർ ആയില്ല. അപ്പോൾ അതൊന്ന് വേകുന്ന സമയത്ത് തന്നെ പാരലലി നമ്മളൊരു 2 സവോള ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പച്ചമുളക്, നമ്മുടെ എരിവിന് ആവശ്യത്തിന് നമുക്ക് ഇതൊക്കെ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇത് നമ്മൾ അരിയുന്ന കൂട്ടത്തിൽ തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ പാസ്ത ഒന്ന് നോക്കിയേക്കണം. ഒത്തിരി വെന്ത് പോകാൻ പാടില്ല. ഇനി നമ്മൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരിഞ്ഞ് വെച്ച ശേഷം നമുക്കിതൊന്ന് വറുത്തെടുക്കാം. കടുക് പൊട്ടിച്ച് ഈ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയുടെ 1-2 അല്ലിയും പിന്നെ നമ്മുടെ പച്ചമുളകും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഏകദേശം ഒന്ന് വഴണ്ട് കഴിയുമ്പം നമുക്കതിലേക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാവേ. അപ്പോൾ നമ്മുടെ പാസ്ത നമ്മളൊന്ന് സെറ്റാക്കി നോക്കണം കേട്ടോ. നമ്മളതിൻ്റെ ഇടയ്ക്ക് പോയി പാസ്തയിലെ വെള്ളമൊക്കെ നമ്മൾ ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് നല്ല കറക്റ്റ് ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് പാസ്ത കിട്ടിയിട്ടുണ്ട്. അതായത് തമ്മിൽ ഒട്ടിയൊന്നും പിടിക്കാതെ കറക്റ്റ് ഒരു വേവിൽ നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നമ്മൾ വഴറ്റിക്കൊണ്ടിരുന്നതിലേക്ക് നമുക്ക് തക്കാളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇതൊന്ന് എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. വളരെ സിമ്പിളായിട്ട് ഒരു 10-15 മിനിറ്റിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കേട്ടോ. നമുക്ക് ഇതിലേക്ക് ഏത് ടേസ്റ്റിൽ വേണമെങ്കിലും നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മളിതിൽ ഏറ്റവും പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ട് എങ്ങനെ ഇത് ചെയ്തെടുക്കാം എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റാൻ വേണ്ടി നമ്മളിത് മാറ്റി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മിക്സ് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴണ്ട് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർക്കാം. അതിന് വേണ്ടി നമ്മളൊരു 1.5 സ്പൂൺ ചിക്കൻ മസാലയാണ് ആഡ് ചെയ്തത്. നമുക്ക് എന്ത് പൊടികൾ വേണമെങ്കിലും ചെയ്യാം. നമ്മുടെ ടേസ്റ്റിന് ആവശ്യത്തിനുള്ള പൊടികളെല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മുടെ എരിവിന് വേണ്ടി നമ്മൾ 1 സ്പൂൺ കുരുമുളക് പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കുരുമുളകും നമ്മുടെ ആ ചിക്കൻ മസാലയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ആ ഒരു സവോളയ്ക്കകത്തോട്ടൊന്ന് ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു സമയത്ത് വേണമെങ്കിൽ നമുക്ക് ബീഫോ ചിക്കനോ ഒക്കെ വേണമെങ്കിൽ ചെറുതായിട്ട് വേവിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. നമ്മൾ ഫൈനലായിട്ട് മുട്ടയും കൂടെ നമ്മളൊന്ന് വറുത്ത് അതിനകത്തിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. നമുക്ക് എന്ത് രീതിയിൽ വേണമെങ്കിലും ഇത് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. നമുക്ക് അതായത് ബീഫൊക്കെ ഇപ്പം ഉപ്പും കുരുമുളകും കൂടെ മഞ്ഞൾപ്പൊടിയും നമ്മുടെ ബീഫിൻ്റെ മസാലയൊക്കെ അല്ലെങ്കിൽ ബീഫ് കറി വെക്കുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ അതിനെ കുറച്ചെടുത്ത് നമ്മൾ അതിൻ്റെ കുറച്ച് മാത്രം എടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് ഈ പാസ്തയുടെ കൂടെ മിക്സ് ചെയ്ത് കഴിച്ചാൽ നല്ല ടേസ്റ്റ്. അതുപോലെ ചിക്കൻ ആണെങ്കിലും വളരെ പെട്ടെന്ന് നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. ചിക്കൻ ആണെങ്കിലും ചെറിയ കഷ്ണങ്ങളാക്കി നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ നമുക്ക് മുട്ട വേണമെങ്കിലും നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ നമ്മൾ എണ്ണയ്ക്കകത്തൊന്ന് തളിച്ച് ഇതിനകത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് തയ്യാറാക്കി മാറ്റി വേവിച്ച് വെച്ചിരുന്ന ഈ പാസ്തയും കൂടെ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നന്നായിട്ട് നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഫൈനൽ സ്റ്റേജായിട്ട് നമ്മൾ കുറച്ച് മുട്ട ചെറുതായിട്ട് ചിക്കി തോർത്തി നമ്മളതിലും കുറച്ച് കുരുമുളകും ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. ആ മുട്ടയും കൂടെ നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. നമ്മളിതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ മണ്ടയിലോട്ട് ആണ് നമ്മളിത് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം തന്നെ നമ്മുടെ പാസ്തയുടെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം ഈ മിക്സൊക്കെ ഒന്ന് മിക്സായി വന്നു കഴിയുമ്പോൾ എല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് മിക്സായിട്ട് കഴിയുമ്പോൾ നമ്മൾ മുട്ട ചിക്കി തോർത്തിയതും കൂടെ നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ചിക്കനോ ബീഫോ ഒക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു, അതൊക്കെ ഇതിൻ്റെ ടേസ്റ്റ് കുറച്ചും കൂടെ നമുക്ക് കൂട്ടും. നമുക്ക് ഇത് ഏതെങ്കിലും സോസിൻ്റെ കൂടെയോ ഇതൊന്നും ഇട്ടിൽ തന്നെ നമുക്ക് ഒരു ടൊമാറ്റോ സോസിൻ്റെ കൂടെ കെച്ചപ്പിൻ്റെ കൂടെയൊക്കെ നമുക്കിത് കഴിക്കാവുന്നതാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ് അന്നാസ് യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതുപോലുള്ള ഇനി ഇങ്ങനത്തെ വീഡിയോസ് കിട്ടാൻ വേണ്ടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ.